ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. CPIM ഭരിക്കുന്ന ആലപ്പുഴ രാമങ്കരി പഞ്ചായത്തിൽ ഭരണകക്ഷി അംഗങ്ങളുടെ പിന്തുണയോടെ കോൺഗ്രസിന്റെ അവിശ്വാസം പാസായി. 4 CPIM അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചു. CPIM വിമത നേതാവ് രാജേന്ദ്രകുമാറിനെ പുറത്താക്കാനാണ് ഭരണം അട്ടിമറിച്ചത്. 25 വർഷമായി CPIM തുടർച്ചയായി ഭരിക്കുന്ന പഞ്ചായത്തിലാണ് ഭരണം നഷ്ടമായത്. ആകെ 13 അംഗങ്ങളിൽ 8 പേർ അവിശ്വാസത്തെ പിന്തുണച്ചു. CPIMുമായുള്ള ബന്ധം അവസാനിപ്പിച്ചെന്നും 300ഓളം പേർ CPIM വിട്ട് CPIയിൽ ചേർന്നുവെന്നും രാജേന്ദ്രകുമാർ പിന്നീട് പറഞ്ഞു. CPIMുമായിട്ടുള്ള എല്ലാവിധ ബന്ധവും 5 മിനിറ്റ് മുമ്പ് അവസാനിപ്പിച്ചു. മാനസികമായി 6 മാസം മുമ്പ് അവസാനിപ്പിച്ചാണ്. എന്താണതിന് അടിസ്ഥാനപരമായ കാരണമെന്ന് വളരെ കൃത്യമായി ഞാൻ നിങ്ങളോടൊക്കെ തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഒരു കാരണവശാലും CPIMൽ നിൽക്കാൻ കഴിയില്ല, അവർ നിർത്തില്ല, പറയുന്ന കാരണങ്ങളൊന്നും പരിഹരിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടനാട്ടിൽ 300ഓളം ആളുകൾ CPIM വിട്ടത്. സാങ്കേതികമായി ഞങ്ങൾ ചുറ്റിയരിവാൾ നക്ഷത്രത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് ഞങ്ങൾ തുടർന്നു. ഇതിനു മുമ്പേ രാജിവെച്ച് CPIയുടെ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങണം എന്ന് CPIയുടെ ജില്ലാ സെക്രട്ടറിയോട് ഞാൻ പറഞ്ഞതാണ്. തൽക്കാലം നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിന്നത്. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, വിമത നേതാവിനെ പുറത്താക്കാനാണ് കോൺഗ്രസിനൊപ്പം CPIM ആലപ്പുഴയിൽ രാമങ്കരിയിൽ ചേർന്നത്. രാമങ്കരി പഞ്ചായത്ത് എന്നത് ഒരു CPIM കോട്ടയാണ്. 2.5 പതിറ്റാണ്ടായി പാർട്ടി ഭരിക്കുന്ന ഒരു പഞ്ചായത്ത്. CPIയിലേക്ക് പോയിരിക്കുന്നു രാജേന്ദ്രകുമാർ ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ ഇനിയുള്ള നീക്കങ്ങൾ എന്തായിരിക്കും? അവിടെ പാർട്ടിയുടെ ഇടപെടൽ എങ്ങനെയായിരിക്കും? CPI ജില്ലാ സെക്രട്ടറിയുടെ വിശദീകരണവും ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ തൊട്ടു പിന്നാലെ. വിജയകുമാർ, കഴിഞ്ഞ 1.5 വർഷമായി കുട്ടനാട്ടിൽ കടുത്ത വിഭാഗീയതയാണ് തങ്ങൾക്കെതിരെ നിൽക്കുന്നത്. അതായത് ഔദ്യോഗിക വിഭാഗത്തിനെതിരെ നിൽക്കുന്ന ഒരു വിമത പക്ഷത്തെ പുറത്താക്കാൻ അല്ലെങ്കിൽ അവരെ അപ്രസക്തരാക്കാനുള്ള നീക്കങ്ങൾ 2 വിഭാഗത്തിൽ നിന്നും ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാടകീയ നീക്കങ്ങൾക്കാണ് ഇന്ന് വലിയ തുടക്കമായിരിക്കുന്നത്. അതായത് 25 വർഷമായി, 1/4 നൂറ്റാണ്ടായി പാർട്ടി കോട്ടയിൽ CPIM ഭരിക്കുന്ന രാമങ്കരി പഞ്ചായത്തിൽ ഒരു വിമത നേതാവിനെ, വിമത പക്ഷത്തിനെ പുറത്താക്കാൻ കോൺഗ്രസുമായി തന്നെ ഒരു ബാന്ധവം, ഒരു കൂട്ടുകെട്ട് രൂപീകരിച്ചുകൊണ്ട് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ആ ഭരണം തന്നെ അട്ടിമറിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി. 4 അംഗങ്ങൾ, അതായത് 2 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, 2 ബ്രാഞ്ച് അംഗങ്ങളടക്കം 4 CPIMൻ്റെ അംഗങ്ങളാണ് കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചത്. 8 അംഗങ്ങൾ, അതായത് 13 അംഗങ്ങളിൽ 9 CPIM അംഗങ്ങളിൽ 4 പേർ, 5 പേർ രാജേന്ദ്രകുമാറിൻ്റെ പക്ഷത്ത്, വിമത പക്ഷത്ത് നിലയുറപ്പിച്ച് നിൽക്കുന്ന ആളുകളാണ്. ആ 5 പേരും CPIയിൽ ചേർന്നിട്ടുണ്ട്. ബാക്കി അവശേഷിക്കുന്ന 4 പേരും ഒപ്പം തന്നെ UDFിലെ 4 കോൺഗ്രസ് അംഗങ്ങളും കേരള കോൺഗ്രസ് ജോസഫിലെ ഒരു അംഗവും ചേർത്ത് 8 അംഗങ്ങളാണ് അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് അത് പാസ്സായി രാജേന്ദ്രകുമാർ രാജിവെക്കേണ്ട സാഹചര്യത്തിൽ കൂടി എത്തിയത്. വലിയ വിമർശനങ്ങൾ രാജേന്ദ്രകുമാർ ഇതിനുശേഷം രാജി സമർപ്പിച്ചതിന് ശേഷം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതൊരു ഡീലിൻ്റെ ഭാഗമാണ്. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുട്ടനാട്ടിലടക്കം വലിയ വോട്ട് ചോർച്ച പാർട്ടിക്കുണ്ടാകും. ഒപ്പം തന്നെ ഇവിടെ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷും CPIയുമായി ചില ധാരണയുണ്ട്. കരാറിൻ്റെ ഭാഗമായ ആദ്യ നടപടി, 2ാമത്തെ നടപടിയാണ് തന്നെ പുറത്താക്കുക എന്നുള്ള നീക്കം. അത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ രാജേന്ദ്രകുമാർ ഉയർത്തി. രാജേന്ദ്രകുമാർ പിന്നീട് രാജിവെച്ച് പുറത്തേക്ക് വന്ന സമയത്ത് CPIയുടെ 100 കണക്കിന് പ്രവർത്തകർ അഭിവാദ്യവുമായി രാജേന്ദ്രകുമാറിനെ വരവേറ്റു. പിന്നീടാണ് CPIയുടെ നിലപാട് അറിയിച്ചുകൊണ്ട് CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് തൻ്റെ നിലപാട് പറഞ്ഞത്. അതായത് ഒരു മുന്നണി സംവിധാനത്തിന് വേണ്ടി, നിലപാടിന് വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനം പോലും വലിച്ചെറിഞ്ഞ പാരമ്പര്യമാണ് CPIക്കുള്ളത്. പക്ഷേ CPIM ആ ഒരു ധാർമ്മികത സൂക്ഷിച്ചില്ല. പാർട്ടിക്ക് ഉള്ളിലുണ്ടായിരുന്ന ഭിന്നതയുടെ പേരിൽ കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് വലിയ അട്ടിമറി നീക്കം നടത്തിയിരിക്കുന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനം CPI ഈ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ CPM ഔദ്യോഗികമായി നേരത്തെ പറഞ്ഞിട്ടുള്ളത് പാർട്ടി നേതൃത്വവുമായി ആലോചിച്ചുകൊണ്ടുള്ള നീക്കമല്ല എന്നാണ്. പക്ഷേ നിലവിൽ ലോക്കൽ കമ്മിറ്റിയുടെ പ്രതികരണം, രാമങ്കരി ലോക്കൽ കമ്മിറ്റിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. ആ 3 അംഗങ്ങളും ഈ രീതി, 4 അംഗങ്ങളും ഈ രീതിയിൽ ഈ പ്രമേയത്തെ പിന്തുണച്ചത് അവരുടെ വികാരമായിരിക്കാം. അതിനെ പാർട്ടി ഔദ്യോഗികമായി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഏറ്റവും കൗതുകകരമായ കാര്യം, ഈ അവിശ്വാസ പ്രമേയം അവതരണത്തിന് ശേഷം 20-ാം തീയതിക്ക് മുൻപ് മാത്രം ഇവർക്ക് കാരണം കാണിക്കൽ നോട്ടീസിൽ വിശദീകരണം നൽകിയാൽ മതി. ഒപ്പം തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറി R നാസർ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ 4 അംഗങ്ങൾക്കും എങ്ങനെ കൃത്യമായ വിശ്വാസ നടപടികളിൽ പങ്കെടുക്കാം എന്ന അടക്കമുള്ള
കാര്യങ്ങൾ നിർദ്ദേശം നൽകിയതായിട്ട് എൻ്റെ ഓഡിയോ ശബ്ദ സന്ദേശമടക്കം പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി നേതൃത്വത്തിന് ഇനി പരസ്യമായി ഈ 4 അംഗങ്ങൾ ഈ കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചതിനെ തള്ളിപ്പറയാൻ സാധിക്കില്ല. വരുന്ന ദിവസങ്ങളടക്കം ഇനി 2 ആഴ്ചക്കുള്ളിൽ പുതിയ പഞ്ചായത്ത് ഭരണം വരും. 25 വർഷം CPM ഭരിച്ച പഞ്ചായത്ത് ഇനി അത് കോൺഗ്രസിൻ്റെ കൈകളിലേക്ക് എത്തും. ഇനി 1.5 വർഷം കൂടി UDF-ന് ഭരിക്കാം. അതുകൊണ്ട് തന്നെ അടുത്ത നടപടികൾ എന്താകും? രാജേന്ദ്രകുമാറിന് CPI-യിൽ എന്ത് സ്ഥാനമായിരിക്കും നൽകുക? മറ്റു നടപടികൾ, ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ഈ 4 CPIM അംഗങ്ങൾക്കെതിരെ എന്ത് നടപടിയായിരിക്കും ജില്ലാ നേതൃത്വം അല്ലെങ്കിൽ നേതൃത്വം സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയേണ്ടത്. വിജയകുമാർ, CPM-ഉമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചെന്നും 300ഓളം CPM പ്രവർത്തകർ CPI-യിൽ തന്നോടൊപ്പം ചേർന്നു എന്നുമാണ് R. രാജേന്ദ്രകുമാർ അല്പസമയം മുമ്പ് പറഞ്ഞത്. ഇനി ആ പഞ്ചായത്ത് 2.5 പതിറ്റാണ്ട് CPI ഭരിച്ച പഞ്ചായത്ത് അത് കോൺഗ്രസിന് UDF-ന് ഭരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അവിടെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഈ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച CPM അംഗങ്ങൾക്കെതിരെ പാർട്ടി എന്തെങ്കിലും നടപടിയെടുക്കുമോ എന്നതും അറിയേണ്ടതുണ്ട്. അക്കാര്യത്തിൽ ജില്ലാ സെക്രട്ടറിയുടെ വിശദീകരണം വൈകാതെ ഉണ്ടാകുമെന്ന് കരുതാം. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. CPI ഭരിക്കുന്ന കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വൻ തട്ടിപ്പ്. അംഗങ്ങളുടെ പേരിൽ 4.56 കോടിയുടെ സ്വർണ്ണ വായ്പ എടുത്ത് സെക്രട്ടറി K. രതീശൻ മുങ്ങി. CPI മുള്ളേരിയ ലോക്കൽ കമ്മിറ്റി അംഗമാണ് രതീശൻ. കുറ്റവാളിയെ സംരക്ഷിക്കില്ലെന്നും സ്വർണം ഉടമകൾക്ക് തിരികെ നൽകുമെന്നും CH കുഞ്ഞമ്പു MLA പറഞ്ഞു. നിക്ഷേപകർക്ക് പരിഭ്രാന്തിയില്ലാത്ത രൂപത്തിൽ അവർക്ക് പണം തിരിച്ചു കിട്ടുമെന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. അപ്പോൾ പരമാവധി ഈ നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കുക എന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നഷ്ടപ്പെടില്ല, തിരിച്ചു പിടിക്കും, എന്തായാലും തിരിച്ചു പിടിക്കും. ഇനി ഏത് സാഹചര്യം അങ്ങനെ തിരിച്ചു പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും നടപടി കൊടുക്കും. അതോടൊപ്പം നിക്ഷേപകരായ ആളുകൾക്ക് എന്തായാലും ഒരു ഉത്കണ്ഠ ഉണ്ടാവും, ഞങ്ങളുടെ പണം പോയോ എന്നുള്ളതും സ്വർണ്ണം നഷ്ടപ്പെട്ടു പോയോ എന്നുള്ളതും. അവർക്ക് മുഴുവൻ അവരുടെ സ്വർണവും പണവും തിരിച്ചു കൊടുക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കും. ഇപ്പോൾ ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിനും ഞങ്ങൾക്കും സെക്രട്ടറി മാത്രമേ ഞങ്ങൾക്കിപ്പോൾ കിട്ടിയ വിവരം വെച്ചുള്ളൂ. സെക്രട്ടറി ഒരാൾ. ഇതിലാരെങ്കിലും കൂട്ടുന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കുകയും ഒരു പോലീസ് കൂടി അന്വേഷിക്കണം. അപ്പോൾ ഞങ്ങളുടെ മാത്രം അന്വേഷണത്തിൽ വരുന്ന കാര്യമല്ല. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും കാസർഗോഡ് നിന്ന്. അരുൺ, ഈ രതീശൻ എവിടേക്കാണ് മുങ്ങിയത്? ഇയാൾ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തത് എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ MLA-യുടെ വാക്കുകളിലുള്ളത്. അതിൻ്റെ സാധ്യത എത്രത്തോളമാണ്? വിജയകുമാർ, CPM നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കാണ് ഈ കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി. വലിയ രീതിയിൽ വലിയ അക്കൗണ്ടുകളൊന്നും വലിയ നിക്ഷേപമൊന്നുമുള്ള ബാങ്കല്ല. 10 കോടിയിൽ ചുരുങ്ങിയ നിക്ഷേപം മാത്രമേ ഈ ബാങ്കിലുള്ളൂ. ഈ 6 മാസം മുൻപാണ് പുതിയ ഭരണസമിതി ഈ ബാങ്കിൽ ചുമതലയേറ്റത്. ഈ ഭരണസമിതിയിൽ ഉൾപ്പെട്ട സെക്രട്ടറിയാണ് ഇപ്പോൾ ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. 4.76 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ ലഭ്യമായ വിവരം. സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ഇത് ബാങ്കിന്റെ മറ്റു ജീവനക്കാരെ അറിയിച്ചു. തുടർന്ന് ബാങ്ക് പ്രസിഡന്റാണ് ഇതുമായി ബന്ധപ്പെട്ട ആദൂർ പോലീസിൽ പരാതി നൽകിയത്. ഈ 3 രീതിയിലാണ് ഈ പണം തട്ടിയെടുത്തത് എന്നാണ് ശ്രദ്ധേയം. ഒന്ന്, ഇല്ലാത്ത ആളുകളുടെ പേരിൽ സ്വർണ്ണ വായ്പ എടുക്കുക. ഈ പണയം വെച്ച സ്വർണം അത് കടത്തിക്കൊണ്ടുപോകുക. അത് പട്ടാപ്പകലാണ് ഈ സെക്രട്ടറി K. രതീശൻ കടത്തിക്കൊണ്ടുപോയത് എന്നുള്ളത് ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. മറ്റൊന്ന്, അപ്പെക്സ് ബാങ്ക്, അതായത് കേരള ബാങ്ക് ഈ സൊസൈറ്റിക്ക് നൽകിയ പണം ആ പണവും ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി എന്നാണ് നിലവിൽ ഈ പരാതിയിലുള്ളത്. പ്രാഥമിക അന്വേഷണത്തിലും അതുതന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ആദൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. CPIM പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഈ പ്രതിയെ പുറത്താക്കിയിട്ടുണ്ട്. ഇദ്ദേഹം പണം തിരിച്ചടയ്ക്കുമെന്ന് അറിയിച്ചു എന്ന് CPM നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ ഇയാൾ എവിടെയാണ് എന്നതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ധാരണയുമില്ല. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന്റെ നിഗമനമുള്ളത് ഇദ്ദേഹം കർണാടകത്തിൽ ഒളിവിൽ കഴിയുന്നുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ CPM നേതാക്കളോട് വയനാട് ജില്ലയിൽ ഇയാൾ ഉണ്ടെന്ന് ഈ രതീശൻ പറഞ്ഞു എന്നും പറയുന്നുണ്ട്. എന്തായാലും അതിലൊരു അന്തിമമായ ഒരു തീരുമാനം, അതായത് എവിടെയുണ്ട് എന്നത് പോലീസിനെ അന്വേഷിച്ച് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒളിവിലാണ് പ്രതി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഇയാൾ ഒറ്റയ്ക്കാണ് ഈ ക്രമക്കേട് മുഴുവൻ നടത്തിയതെന്ന് CPM നേതാക്കൾ പറയുന്നു. പക്ഷേ അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്നതിനെക്കുറിച്ച് ഒരു തുടരന്വേഷണം വേണം. ഒരു കൃത്യമായ സമഗ്രമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇത്രയും വലിയ തുക ഈ പട്ടാപ്പകൽ ആരുടെയും സഹായമില്ലാതെ K. രതീശൻ ബാങ്കിൽ നിന്ന് കടത്തി, ഈ സ്വർണം മുഴുവൻ കടത്തി എന്നൊക്കെ പറയുന്നത് അത് എത്രത്തോളം പ്രായോഗികമാണ്? ഒരാൾ മാത്രമാണോ ഈ തട്ടിപ്പിന് പിന്നിലുള്ളത്, അതോ ബാങ്ക് ജീവനക്കാരായ മറ്റാളുകൾ ഇയാളെ പിന്തുണച്ചിട്ടുണ്ടോ എന്നെല്ലാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. വിജയകുമാർ.
യെസ്, നിക്ഷേപകർക്ക് നഷ്ടമുണ്ടാകില്ല, അവരുടെ പണം തിരികെ നൽകും, അവരുടെ സ്വർണം തിരികെ നൽകും എന്നാണ് CH കുഞ്ഞമ്പു MLA പറഞ്ഞത്. ഇയാൾ ഒറ്റയ്ക്കാണിത് ചെയ്തതെന്നാണ് ഇതുവരെയുള്ള സൂചനകളെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണെന്നതിൽ സംശയമുണ്ട്. പ്രതി ഒളിവിലാണ്, കർണാടകയിലാണ് എന്നും അതല്ല വയനാട്ടിലുണ്ട് എന്നും സൂചനകളുണ്ട്. അരുൺ പാറക്കിലാണ് വിവരങ്ങൾ നൽകിയത്, കാസർഗോഡ് നിന്ന്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കണ്ണൂർ വിസ്മയ വാട്ടർ തീം പാർക്കിൽ യുവതിക്കെതിരെ ലൈംഗിക അതിക്രമം. കാസർഗോഡ് പെരിയ കേന്ദ്ര സർവകലാശാലയിലെ പ്രൊഫസർ പഴയങ്ങാടി സ്വദേശി B ഇഫ്തിഖർ അഹമ്മദ് അറസ്റ്റിലായി. പാർക്കിലെ വേവ് പൂളിൽ വെച്ച് യുവതിയോട് മോശമായി പെരുമാറിയെന്നാണ് പരാതി. നേരത്തെ സർവകലാശാല വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയതിന് ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിരുന്നു. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്നും. സജോ, ഈ സർവകലാശാല വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയതിൻ്റെ പേരിൽ നടപടിയെടുത്ത ഘട്ടത്തിൽ അദ്ദേഹം ഇതിന് പിന്നിൽ CPM SFIയുമാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? വിജയകുമാർ, ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം. കണ്ണൂർ പറശ്ശിനിക്കടവിലെ വിസ്മയ വാട്ടർ തീം പാർക്കിൽ കുടുംബസമേതം എത്തിയതാണ് മലപ്പുറം സ്വദേശിനിയായ യുവതി. അവിടെ വേവ് പൂളിൽ നിൽക്കുന്ന സമയത്ത് ഈ ഇഫ്തിഖർ അഹമ്മദ് സ്ത്രീകളുടെ ഏരിയയിലേക്ക് പ്രവേശിച്ചു. ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി വിസിലടിച്ച് തടയാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം അവഗണിച്ച് മുന്നോട്ട് പോയതിന് പിന്നാലെ യുവതിയോട് ലൈംഗിക അതിക്രമം നടത്തി. ആ ഘട്ടത്തിൽ യുവതി ബഹളം വെച്ചു. പിന്നാലെ പാർക്ക് അധികൃതർ പോലീസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇഫ്തിഖർ അഹമ്മദിനെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വേവ് പൂളിൽ വെച്ച് മോശമായി പെരുമാറി കയറി പിടിച്ചു എന്നതാണ് യുവതിയുടെ പരാതി. ഇയാൾ കാസർഗോഡ് പെരിയയിലെ കേരള കേന്ദ്ര സർവകലാശാലയിലെ ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസറാണ്. നേരത്തെ വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയതിന് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. അത് കൂടാതെ ഒരു കേസും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിനെതിരെ അത്തരം ചില ആരോപണങ്ങളും ചില വിവാദങ്ങളും അതിനെ തുടർന്നൊക്കെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. അതിന് അദ്ദേഹം ചില മറുപടികളും വിവാദങ്ങളും ഒക്കെ ആ ഘട്ടത്തിൽ ഉണ്ടായതാണ്. ഇത് അപ്രതീക്ഷിതമായി വേവ് പൂളിൽ വെച്ച് ഇത്തരം ഒരു സംഭവം ഉണ്ടാവുകയും യുവതി ബഹളം വെക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ വിവരം അറിയിക്കുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയുമായിരുന്നു എന്നാണ് പാർക്ക് അധികൃതരിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പോലീസ് പറയുന്നത് അവിടെ വെച്ച് ഈ സംഭവം ഉണ്ടായതിന് ദൃക്സാക്ഷികൾ അടക്കമുണ്ട്, യുവതിയുടെ പരാതിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ കേസെടുത്തു, കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്തു. ഇദ്ദേഹത്തിനെതിരെ തുടർ ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ വിദ്യാർത്ഥി സംഘടനകളടക്കം ഈ അധ്യാപകരെ ബഹിഷ്കരിക്കുകയും പിന്നീടാണ് അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്തത്. ആ നടപടി പിന്നീട് ഉപാധികളോടെ പിൻവലിച്ചു. പക്ഷേ ആ കേസ് വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസ് നിലനിൽക്കുന്നുണ്ട്. അതിനിടെയാണ് മറ്റൊരു ലൈംഗിക അതിക്രമ കേസിൽ കൂടി പ്രൊഫസർ ഇഫ്തിഖർ അഹമ്മദ് പ്രതിയാകുന്നത്. യെസ്, സർവകലാശാല വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയതിന് ഇദ്ദേഹത്തിനെതിരെ നേരത്തെ നടപടിയെടുത്തിരുന്നു. അതിൻ്റെ കേസും നിലവിലുണ്ട്. സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ട്രാൻസ്ഫോമറിൽ ഇടിച്ച് ആംബുലൻസിന് തീപിടിച്ച് രോഗി വെന്തു മരിച്ചു. നാദാപുരം സ്വദേശി സുലോചനയാണ് മരിച്ചത്. പുലർച്ചെ 3:30 മിംസ് ആശുപത്രിക്ക് സമീപമാണ് അപകടമുണ്ടായത്. അപകടത്തിൽ സുലോചനയുടെ ഭർത്താവ് ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. പേരാണ് അപകട സമയത്ത് ആംബുലൻസിൽ ഉണ്ടായിരുന്നത്. സംഭവ സമയത്ത് കനത്ത മഴയായിരുന്നുവെന്ന് ഒപ്പമുണ്ടായിരുന്ന പ്രസീത പറഞ്ഞു. വണ്ടി വേഗത്തിൽ വന്നതാ, മതിലോട് തട്ടി മറിഞ്ഞതാ. അതാ ഞാൻ കണ്ട മഴയുണ്ടല്ലേ, അതുകൊണ്ട് അങ്ങനെ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. ഞാൻ സ്വയം ഇറങ്ങിയതാ, ഞാനും ഡ്രൈവറും സ്വയം ഡ്രൈവർ ഇറങ്ങുന്ന കണ്ടിട്ട് ഞാൻ ഇറങ്ങിയതാണ്. എൻ്റെ കൂടെയുള്ള ആള് റോട്ടിന് തെറിച്ചെന്ന് തോന്നുന്നു. കുറെ ഞാൻ എൻ്റെ സൈഡ് ഭാഗം കണ്ടിട്ടില്ല. പിന്നെ വണ്ടി കത്തുമ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ച് പറഞ്ഞ് കത്തുന്നതാണ്. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അപകടത്തിൽ ഡ്രൈവർ അർജുനെതിരെ കേസെടുത്തിട്ടുണ്ട്. അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് മെഡിക്കൽ കോളേജ് പോലീസാണ് കേസെടുത്തത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, ഈ അപകടമുണ്ടായത് ഡ്രൈവറുടെ പിഴവാണ് എന്ന ഒരു പ്രാഥമിക വിലയിരുത്തലുണ്ട്. അക്കാര്യത്തിൽ എന്തെങ്കിലും കൂടുതൽ വിശദാംശങ്ങളുണ്ടോ? മറ്റൊന്ന്, ഈ പരിക്കേറ്റ മറ്റുള്ള ആളുകളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് എന്താണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ?
വിജയകുമാർ, ഡ്രൈവറുടെ അശ്രദ്ധമായ അമിത വേഗത്തിലുള്ള വാഹനമോടിക്കലാണ് ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആംബുലൻസ് ഡ്രൈവറായ അർജുനെതിരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവം ഇന്ന് പുലർച്ചെ 3:30 ഉണ്ടാകുന്നത്. നമ്മൾ ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം, ഈ ആംബുലൻസ് അമിത വേഗത്തിലെത്തി ഒരു മതിലിൽ തട്ടി ട്രാൻസ്ഫോമറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഒരു 4 മിനിറ്റിന് ശേഷം ഈ ആംബുലൻസ് കത്തിപ്പടരുന്നതാണ് നമ്മൾ ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്നത്. രോഗിയായ സുലോചന, ഇവരുടെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് മൊടക്കല്ലൂർ മലബാർ മെഡിക്കൽ കോളേജിൽ നിന്ന് മിംസ് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ആംബുലൻസ്. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുകയും സുലോചന ദാരുണമായി വെന്തു മരിക്കുകയും ചെയ്തത്. ഇതിൽ ഉണ്ടായിരുന്നത് സുലോചനയെ കൂടാതെ 6 പേരാണ്. ഈ 6 പേരിൽ ചിലർ പുറത്തേക്ക് തെറിച്ചു വീണു, ചിലരെ നാട്ടുകാരെത്തി രക്ഷപ്പെടുത്തി, മറ്റു ചിലർ സ്വയം ഈ ആംബുലൻസിൽ നിന്ന് പുറത്തിറങ്ങി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അതിൽ ഈ പുറത്തിറങ്ങി രക്ഷപ്പെട്ട പ്രസീതയുടെ പ്രതികരണം നമ്മൾ 24 കൊടുത്തിരുന്നു. അതിലവർ പറയുന്നത് നല്ല മഴയായിരുന്നു, ആ മഴയത്താണ് ഇത്തരത്തിലുള്ള ഒരു അപകടം നടക്കുകയും ചെയ്തത്. കൂടാതെ ഈ ദൃക്സാക്ഷികളുടെ പ്രതികരണവും പുറത്തു വന്നിട്ടുണ്ട്. വലിയ ഒരു ഇടിയുടെ ശബ്ദം കേട്ടാണ് അവർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത്. ഇങ്ങനെ ഒരു വലിയ തീപിടുത്തം, അതായത് ഈ ആംബുലൻസ് കത്തുന്നത് കാണുന്നത്. അവർ അപ്പോൾ തന്നെ വിവരം ഫയർഫോഴ്സിനെ അറിയിച്ചിരുന്നു, ഉണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ സുലോചനയെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. കൂടാതെ ഈ തീപിടുത്തത്തിന്റെ ഫലമായി അടുത്തുള്ള കെട്ടിടങ്ങളിലേക്കും തീ പടരുന്നൊരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് മീഞ്ചന്തയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. വിജയകുമാർ ചോദിച്ചതുപോലെ തന്നെ അപകടത്തിൽ 7 പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 4 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അതിൽ 2 പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. അതിലൊന്ന് ഈ മരിച്ച സുലോചനയുടെ ഭർത്താവ് ചന്ദ്രനാണ്. അദ്ദേഹം സെമി ICUവിലാണ് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് നൽകുന്ന വിവരം. വളരെ ഗുരുതരമായ പരിക്കല്ല, പക്ഷേ ഇപ്പോഴും അവർ ഒബ്സർവേഷനിൽ തുടരുകയാണ്. ഈ മരിച്ച സുലോചനയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിജയകുമാർ. യെസ്, അതിദാരുണമായ ഒരു സംഭവമാണ്. 2 പേർ കൂടി ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലുണ്ട്. ആരോഗ്യനില അത്ര ഗുരുതരമല്ല എന്നൊരു ആശ്വാസ വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഡ്രൈവർക്കെതിരെ അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. ഭാര്യയെയും ബന്ധുക്കളെയും ഒരു നോക്ക് കാണാനാകാതെ മലയാളി യുവാവ് മസ്കറ്റിൽ മരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന കരമന സ്വദേശി നമ്പി രാജേഷാണ് മരിച്ചത്. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്നാണ് ബന്ധുക്കളുടെ യാത്ര മുടങ്ങിയത്. യാത്ര മുടങ്ങിയ ഭാര്യ അമൃത തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞിരുന്നു. ഞങ്ങൾക്കൊരു മെസ്സേജോ മെയിലോ ഒന്നും അയച്ചിട്ടില്ല. ഇവിടെ വന്നപ്പോഴേ പറയുന്നത് ഇതുപോലെ ക്യാൻസൽ ആയി, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന്. ഇത്ര കാശ് മേടിച്ച് റീഫണ്ട് തരാൻ ചോദിച്ചാൽ അത് റീഫണ്ട് 2 വീക്സ് ആവും എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഫ്ലൈറ്റ് 14 അല്ലെങ്കിൽ 17 ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു എമർജൻസി ആയിട്ട് ഞങ്ങൾ പോകാൻ നിൽക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇവർ പറഞ്ഞ് എന്തെങ്കിലും സൊല്യൂഷൻ പറയാൻ പറഞ്ഞാൽ അതുമില്ല. മാനേജറാണെങ്കിൽ പുറത്തൊന്നും സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. അതൊരു കാരണം പറയുന്നില്ല. അവർ പറയുന്നത് ക്യാബിൻ ക്രൂഡ് എന്തോ ഒരു സമരം കൊണ്ടാണെന്നാണ് പറയുന്നത്. ഇവർക്ക് വേണമെങ്കിൽ അവരൊരു കോംപ്രമൈസ് എത്തി ഞങ്ങൾ ചെയ്യായിരുന്നു. അവരൊന്നിനും റെഡി ആവുന്നില്ല. കാലുപിടിച്ചു കരഞ്ഞിട്ടും ജീവനക്കാർ കരുണ കാണിച്ചില്ലെന്ന് മരിച്ച രാജേഷിന്റെ അമ്മ പറഞ്ഞു. എയർ ഇന്ത്യയിലെ മാനേജർ വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് ക്യാൻസൽ ആയിപ്പോയി. അപ്പം അവസ്ഥ ഞങ്ങൾ പറയാണ്. ഞങ്ങൾക്ക് സീരിയസ് ആയിട്ട് കിടക്കുന്ന ഒരാളെ കാണാൻ പറ്റും. ഈ 2 കുഞ്ഞുങ്ങൾ, അവൻ്റെ ഒരു മരം കൊണ്ട് ഇവള് പഠിക്കുന്ന വാടക വീട്ടിനെന്നാണ് ഞങ്ങൾ കിടക്കുന്നത്. ഈ 2 കുഞ്ഞുങ്ങളെ നീ അവളെ എങ്ങനെ വളർത്തും? അവർ ഒരു കാരണം കാണിച്ചിരുന്നെങ്കിൽ, ഞങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും ചെന്ന് കണ്ടിരുന്നെങ്കിൽ ആൾ ജീവനെങ്കിലും. രാവിലെ ഞങ്ങൾ അറിഞ്ഞപ്പോൾ വൈകുന്നേരമായി റൂമിൽ കിടക്കുകയായിരുന്നു. ഹാർട്ട് വന്നു പറയുന്നു. ഉറക്കത്തിൽ 8-ാം തീയതി 9-ാം തീയതി. എയർ ഇന്ത്യ എക്സ്പ്രസിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് കുടുംബം. ഹരികൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഹരി, ഇനി എന്ത് ചെയ്യാൻ കഴിയും? എന്താണ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഇടപെടലിന്റെ സാധ്യതയുണ്ടോ? ഇപ്പോൾ ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ സമ്പൂർണ്ണമായും കൈയൊഴിഞ്ഞ അവസ്ഥയാണ്. ഇവരുടെ പ്രശ്നങ്ങൾ ഇനിയും ആര് അഡ്രസ്സ് ചെയ്യും? എന്തൊക്കെയാണ് സാധ്യതകൾ? വിജയകുമാർ, ഈ 8-ാം തീയതി, ഈ കഴിഞ്ഞ 8-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ മുന്നറിയിപ്പില്ലാതെ ഈ
ജീവനക്കാരുടെ പണിമുടക്ക്. ആ പണിമുടക്കിൽ അക്ഷരാർത്ഥത്തിൽ ഈ കുടുംബത്തിനുണ്ടായ നഷ്ടം വളരെ വലുതാണ്, തീരാ നഷ്ടമാണ് എന്ന് തന്നെ പറയാം. അതായത് ഈ 7-ാം തീയതിയാണ് ഈ നമ്പി രാജേഷിന് ഹൃദയാഘാതം ഉണ്ടാകുന്നത്. അന്ന് തന്നെ ഈ ഭാര്യയും മക്കളെയും കാണണമെന്ന് അറിയിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഈ അടിയന്തര ആവശ്യവുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം ഈ മസ്കറ്റിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത്. പക്ഷേ ഈ ജീവനക്കാരുടെ പണിമുടക്കിൽ അവരുടെ യാത്ര റദ്ദാകുന്നു എന്നുള്ളതാണ്. പിന്നീട് അടുത്ത ദിവസവും യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്തെങ്കിലും അന്നും പണിമുടക്ക് തുടർന്നതിനാൽ യാത്രയ്ക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്, യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇന്നലെ ഈ ആശുപത്രിയിൽ വെച്ച് ചികിത്സയിലിരിക്കെ ഈ നമ്പി രാജേഷ് മരണമടഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും അവസാനമായി ഉറ്റവരെ കാണാൻ കഴിയാതെയാണ് ഈ രാജേഷിന്റെ മടക്കം. എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ എയർ ഇന്ത്യ ജീവനക്കാർ ഇതുവരെയും അത്തരത്തിലൊരു വിശദീകരണമൊന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കുടുംബം ഈ കമ്പനിക്കെതിരെ നിയമ നടപടിക്ക് തയ്യാറെടുക്കുകയാണ്. വിജയകുമാർ, എയർ ഇന്ത്യ എക്സ്പ്രസിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ഈ കുടുംബം. വിശദാംശങ്ങളാണ് ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ട്. ഇടുക്കി ഇരട്ടയാറിൽ പോക്സോ കേസ് അതിജീവിതയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയ നിലയിലാണ് മൃതദേഹം. എബിൻ ജോസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത് ഇടുക്കിയിൽ നിന്ന്. എബിൻ, എന്താണ് പോലീസ് നൽകുന്ന സൂചന? ഇത് എങ്ങനെ മരിച്ചു എന്നത് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? വിജയകുമാർ, അല്പസമയം മുമ്പാണ് ഈ പെൺകുട്ടിയുടെ മൃതദേഹം വീട്ടിനുള്ളിൽ കണ്ടെത്തിയത്. അച്ഛനും അമ്മയും ഈ പെൺകുട്ടിയുമായിരുന്നു ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. അച്ഛനും അമ്മയും രാവിലെ ജോലിക്ക് പോയി. ഇടയ്ക്ക് അമ്മ വേറൊരു ആവശ്യത്തിന് വേണ്ടി വീട്ടിൽ വന്നപ്പോഴാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഈ പെൺകുട്ടിയുടെ മൃതദേഹത്തിൽ കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയ നിലയിലാണ്. കൊലപാതകമാണോ എന്നുള്ളൊരു സംശയം പോലീസിനുണ്ട്. ഇത് സംബന്ധിച്ച അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. പെൺകുട്ടി പോക്സോ കേസിലെ അതിജീവിതയാണ്. 2 വർഷം മുമ്പുണ്ടായ ഒരു പോക്സോ കേസിൽ അതിജീവിതയാണ് പെൺകുട്ടി. ഈ കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. ആ സമയത്ത് തന്നെ ഇതുമായി ഏതെങ്കിലും തരത്തിൽ ഈ മരണത്തിന് ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. കട്ടപ്പന DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഏതായാലും ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മാറ്റും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശരി എബിൻ, നമുക്കത് വിശദമായി തന്നെ തുടർന്നുള്ള ബുള്ളറ്റിനുകളിൽ പരിശോധിക്കേണ്ടതുണ്ട്. പോലീസ് അതൊരു കൊലപാതകമാണോ എന്ന സംശയം കൂടി പ്രകടിപ്പിക്കുന്നുണ്ട്. എബിൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ഇനി കാണാം ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി.